പുതിയ ഒരു അമ്പലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ അമ്പലം എന്ന് പറയുമ്പോൾ പുതുതായിട്ട് അമ്പലം പണിത് അവിടെ ഉത്സവം നടക്കുന്നതാണ് ഈ മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ. അപ്പോൾ പുതിയ അമ്പലം ഇതാ ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ ബോർഡ്. കുമ്പം മൂലോത്ത് പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുക്കൽ നിന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ. അപ്പൊ എനിക്കറിയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിന്, അല്ലാതെ വേറെ ഒരു ലക്ഷണവും. അപ്പൊ അത് അമ്പലമായി വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാല് ഒരമ്മ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരമ്മ പശുവിനെ മേയ്ക്കാനോ മറ്റോ പോയപ്പോ ഒരു കിണറ്റിൽ വീണതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞു നടന്ന് ആ അമ്മയെ കാണാനില്ല. അങ്ങനെ ആ അമ്മ കിണറ്റിലാണ് ഉള്ളത്. ആ അമ്മ കിണറ്റിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ട് വിളിച്ചു പറഞ്ഞ് ചന്ദ്ര ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ അമ്മക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ അതാണ് ഈ അമ്പലം ആവാനുള്ള ഒരു തുടക്കം. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അമ്പലം ഇപ്പം 28 മുതലാണ് ഉത്സവം. അപ്പോൾ ഇന്ന് അമ്പലത്തിന്റെ കമ്മിറ്റിക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവരോട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചിട്ട് അറിയാം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിൽ 12-ാം വാർഡ് കുമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരേണ്ടത് കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ നേരെ കുമ്പത്തിൽ ഇറങ്ങുക. അതുപോലെ തന്നെ മട്ടന്നൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ നേരെ കുമ്പത്തിൽ ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ ആർച്ച് ഉണ്ട്. മട്ടന്നൂരിൽ നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റിലും വരാം, കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റിലുമാണ് ഈ കവാടം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഈ കവാടത്തിന്റെ അടുക്കൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല ഇവിടത്തേക്ക്. അപ്പോൾ എല്ലാവരെയും ഈ മാർച്ച് 28 ഉത്സവം തുടങ്ങുന്ന ദിവസം അത് മുതൽ 6 ദിവസം ഏപ്രിൽ 2 വരെയുണ്ട് ഉത്സവം. അപ്പൊ എല്ലാവരെയും കണ്ണൂർ ജില്ലയിലും ജില്ലക്ക് പുറത്തും ഉള്ളവരെല്ലാവരും എന്തായാലും ഈ അമ്പലത്തിൽ വരണം. കാരണം ആദ്യത്തെ അമ്പലം പണിതിട്ട് ആദ്യത്തെ ഉത്സവമാണ്, ആദ്യത്തെ പ്രതിഷ്ഠയുമാണ്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഈ അമ്പലം പണിയെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ കമ്മിറ്റിക്കാർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുടെ അധ്വാനം ഒക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഷാജി, നീ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഞാനൊരു 10 വർഷം മുമ്പേ, അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു കാർഡും ഇതെല്ലാം ആയിട്ടുള്ള ഇതായിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ വന്ന് കണ്ടതാണ്. അന്നേരം ഇത്രയും വലിയൊരു സംഭവം ആയിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു നല്ല ഒരു ഇതായിട്ടുണ്ട്. അതെ, അമ്പലമായല്ലോ, അമ്പലമായി വലിയൊരു കാണുന്നുണ്ട്. പിന്നെ 28 മുതൽ മാർച്ച് 28 മുതലാണ് ഏപ്രിൽ 2 പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവരും പങ്കെടുത്ത് നമ്മളെ പ്രതിഷ്ഠ മഹോത്സവം വളരെയധികം ഗംഭീരമാക്കി മാറ്റണം അല്ലെ. എനിക്ക് പറയാനുള്ളത്, കാരണം 10 വർഷം മുമ്പ് ഞാൻ വരുമ്പോ ഇവിടെയൊക്കെ ഒരു ഫുള്ളായിട്ട് ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഏകദേശം നല്ല ഒരു സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ മഹോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുക. കുമ്പത്താണ് ഇത്. കണ്ണൂർ ജില്ലയിലെ കൂടാളി കുമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മള് അമ്പലത്തിലേക്ക് പോവാൻ നോക്കുക അല്ലേ. നമ്മൾ നമ്മുടെ സ്വന്തം അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. കുമ്പം മൂലോത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഭക്ഷണശാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് സ്റ്റേജ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തകൃതിയായിട്ട് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് തകൃതിയായിട്ട് ഓരോ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച എന്തായാലും കാണണം. അപ്പോൾ നമുക്ക് ബാക്കി വിശദ വിവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിക്കാരുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. മതിയില്ല. കുമ്പം മൂലോത്ത് പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്ര സമിതി ഇതാണ് സമർപ്പണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഈ കാണിക്കുന്നത്. എന്നാ പണിന്ന് ആ
വെറുതെ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അമ്പലത്തിന്റെ ചുറ്റുപാടൊന്ന് കാണിക്കണം അല്ലെ? അമ്പലത്തിന്റെ ചുറ്റുപാടും നല്ലൊരു സംഭവം തന്നെയാണ്. അമ്പലത്തിന്റെ മേൽക്കൂര നമുക്ക് എത്തുന്നിടത്തോളം കാണാം. ഇതാണ് ലൈറ്റ് പോകുന്നതിന് മുന്നേ അമ്പലത്തിന്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അമ്പലം തുടങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ട് ഷർട്ട് ഇട്ടിട്ട് അകത്ത് കയറാം, അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. നമുക്ക് ആ ഒരു കാഴ്ച കാണിക്കാം. കുഞ്ഞുമക്കളൊന്നും എഴുന്നേ. വയറിങ്ങാ എന്നാ ഇപ്പൊ ഫിറ്റ് ചെയ്യുന്നേ? അടിപൊളി. നിങ്ങൾ മാത്രമേ ഫിറ്റ് ചെയ്യുന്നേ? അതെയാ, നിങ്ങൾക്ക് ഈ പണിയെല്ലാം അറിയാം? ആ ആ അപ്പൊ അമ്പലത്തിന്റെ ശ്രീകോവില് ആണ്. ശ്രീകോവിലിന്റെ അടുത്ത് അതേപോലെ തന്നെ മറ്റുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പുതിയ അമ്പലം ആയതുകൊണ്ട് മാത്രമല്ല, വർക്കെല്ലാം നടക്കുന്നതുകൊണ്ട് എല്ലാ സാധനവും അവിടെ ഇവിടെയെല്ലാം ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതൊരു നല്ലൊരു മുഹൂർത്തം തന്നെയാണ്. കാരണം അമ്പലം തുറക്കുന്നതിൽ അല്ലെങ്കിൽ പ്രദക്ഷിണ നടക്കുന്നതിലടക്ക് അകത്തേറിയിട്ട് കാണാനും നല്ലൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ അമ്പലത്തിന്റെ മറ്റു വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കുറെ ആൾക്കാർ വരാനുണ്ട്. ഈ അമ്പലത്തിന്റെ തുടക്കം മുതൽ അങ്ങയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ. അപ്പൊ അങ്ങയുടെ ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, ശംഭോ മഹാദേവ, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഏറെ വർഷത്തെ ഈ നാട്ടിലെ ഭക്തന്മാരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ മഹാദേവന്റെ ഉമാമഹേശ്വരന്റെ സന്നിധാനം. കണ്ണൂർ ജില്ലയിൽ അഭിമാനത്തോടുകൂടി പറയാവുന്ന എല്ലാ തത്വശാസ്ത്ര വിധികളും അംഗീകരിച്ചുകൊണ്ട് ദ്വിതലത്തില് 2 തലത്തില് ശ്രീകോവിലിന്റെ പണി ഭംഗിയായിട്ട് നിർവഹിച്ചു. മുഖമണ്ഡപത്തിന്റെ പണി ഭംഗിയായി, നാലമ്പലത്തിന്റെ പണി ഭംഗിയായി, ഉപദേവം എന്നുള്ള നിലക്ക് അശ്വാരൂഢ ശാസ്താവിന്റെ സന്നിധാനവും ഭംഗിയായി, ഗണപതി ഭഗവാന് കന്നിമൂലയിൽ സാന്നിധ്യം നൽകാനുള്ള വ്യവസ്ഥയും ഗംഭീരായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു ക്ഷേത്രത്തിന് ആവശ്യം വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുപാട് നാളത്തെ കഠിന പരിശ്രമത്തിന്റെ നിഷ്കാമ കർമ്മത്തിന്റെ ഫലമായിട്ട് ഈ നാട്ടിലെ ഭക്തന്മാരുടെ പരിശ്രമം കൊണ്ട് പൂർത്തിയായി. ഇനി ഈ പറയുന്ന മാർച്ച് 28 മുതൽക്ക് ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏറെ പ്രശസ്തനായിട്ടുള്ള താഴനല്ലൂര് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ സമയത്തുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഈ മാർച്ച് 28 മുതൽക്കാണ് അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വിളംബര ഘോഷയാത്രയോടുകൂടി പൂവത്തുരപ്പന്റെ സന്നിധിയിൽ നിന്ന്, അതുപോലെ തന്നെ മുത്തപ്പൻ ദൈവത്തിന്റെ സമീപത്തുള്ള മുത്തപ്പൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നൊക്കെയാണ് ഘോഷയാത്ര വരുന്നത്, വിളംബര ഘോഷയാത്ര വരുന്നത്. ഇവിടെ വന്ന് മറ്റ് താന്ത്രിക വിധാനത്തിലുള്ള ചടങ്ങുകളൊക്കെ ആചാര്യന്റെ നേതൃത്വത്തിൽ അകത്ത് നടക്കും. പുറത്ത് ഇതിന്റെ തനിമക്ക് മഹത്വം കൂട്ടുന്ന തരത്തിലുള്ള നല്ല നല്ല കലാപരിപാടികളും അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികളെ കൊണ്ടും ഏറ്റവും ധന്യമാകുന്ന ദിവസങ്ങളാണ് മാർച്ച് 28 മുതൽക്ക് ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത്. അതിലെടുത്തു പറയേണ്ടുന്ന കാര്യം, മാർച്ച് 30 ശുഭമുഹൂർത്തത്തിൽ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ചെയ്യുകയാണ്. വളരെ മന്ത്ര സാന്നിധ്യം ഉൾക്കൊള്ളുന്ന കലശം ആ ഭഗവാന്റെ ശിരസിൽ ആടുന്നതോടു കൂടിയിട്ട് ശിലാ ഭവതി ശങ്കരഹ, അതുവരെ ശിലയായിരിക്കുന്ന ആ ശില ശങ്കരനായിട്ട് മാറുന്ന പുണ്യദിനമാണ് മാർച്ച് 30. അതിന്റെ സമയം മാർച്ച് 30 ഞായറാഴ്ച ദിവസം
രാവിലെ 9:30 മുതൽക്ക് 10:30 വരെയുള്ള പുണ്യമുഹൂർത്തത്തിലാണ് ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് ആയിരങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് 28 മുതൽക്ക് 2 വരെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പ്രഭാത ഭക്ഷണത്തിലുള്ള സംവിധാനമുണ്ട്. ഉച്ചക്ക് അന്നപ്രസാദം നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. രാത്രി ഭക്ഷണം നൽകാനുള്ള സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അതുപോലെ ഏപ്രിൽ 2-നാണ് ഈ ഒരു മഹത് യജ്ഞം പൂർത്തീകരിക്കുന്നത്. അന്നേ ദിവസം കാലത്ത് ഭഗവാന് കണി ദർശനം എന്നുള്ള ചടങ്ങോട് കൂടിയിട്ട്, കാരണം ഈ 30-ാം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ശ്രീലകം അടച്ചു വെക്കുകയാണ് പതിവ്. പിന്നെ 2-ാം തീയതി രാവിലെയാണ് തുറക്കുക. അപ്പൊ ഭക്തന്മാരെയൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദിവസമാണ്. അന്ന് എല്ലാ ഭക്തന്മാരും നല്ല ഭംഗിയാർന്ന വേഷവിധാനത്തോടെ മനസ്സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ വരണം എന്നാണ് പറയാറ്. കാരണം ഭഗവാൻ ആ ദിവസം തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറെ സന്തോഷത്തോടെ വന്നാൽ ആ സന്തോഷം എന്നെന്നും നിലനിർത്തുന്ന തരത്തിലുള്ള അനുഗ്രഹം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് അന്നും ഞങ്ങൾ ആയിരങ്ങളെ പ്രതീക്ഷിക്കുന്നു. ആ ദിവസവും വിഭവങ്ങളോട് കൂടിയിട്ടുള്ള അന്നപ്രസാദമൊക്കെ നൽകാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഓരോ ദിവസവും ആ ധന്യമുഹൂർത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഭക്തന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാം മംഗളമായി തീരാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിട് ചുരത്തുമൻ ജീവന് നീ മോക്ഷ കരുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴും മുകിൽ വർണ്ണ നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ ഈ ഒരു പറമ്പത്ത്, ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം വരും, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ ഇവിടെ ഈ അമ്പലം പണിയാനുള്ള ആരംഭം പ്രേരണ കിട്ടിയത്? അല്ലേ? ഈ പറമ്പത്ത് പിന്നെ ഒരു മണിക്കിണറുണ്ടായിരുന്നു ജീർണിച്ച അവസ്ഥയിൽ. ആ ജീർണിച്ച അവസ്ഥയിൽ മണിക്കിണർ തുറന്നു നോക്കിയ സമയത്ത് വിഗ്രഹം കിട്ടിയില്ലെങ്കിലും ആ പീഠത്തിന്റെയൊക്കെ ഭാഗം ഞങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പല ദുർനിമിത്തങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്കും എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ സ്വാധീനം, ഒരു നെഗറ്റീവ് വേവ്സ് ഉണ്ട് എന്നുള്ള നിലക്ക് അന്വേഷണം നടത്തി. അപ്പൊ പിന്നെ അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാൻ ഞങ്ങൾ ഇവിടെ സ്വർണ്ണ പ്രശ്നം നടത്തിയല്ലോ. സ്വർണ്ണ പ്രശ്നത്തിലാണ്
വിശദമായിട്ടുള്ള രൂപഭാവങ്ങൾ, ഭഗവാന്റെ രൂപഭാവങ്ങളൊക്കെ മനസ്സിലായിരുന്നു. ഉമാമഹേശ്വരനായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും ഏതോ ഒരു ഭക്തൻ കൊടുത്ത ഒരു ഋഷീശ്വരൻ വെക്കാം, ഏതായാലും ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന തീർത്ഥജലം കുംഭത്തിലേറ്റിയിട്ട് ഈ ഭാഗത്തു കൂടി വരാനിടയായിരുന്നു. ക്ഷീണം തോന്നി, ഈയിടെ വിശ്രമിച്ചു. പിന്നെ ആ കലശം അവിടെ സ്ഥിരപ്രതിഷ്ഠ നേടി. അതുകൊണ്ടാണ് അത്രേ കുംഭം എന്നുള്ള പേര് വന്നതെന്നൊക്കെ അന്ന് പ്രശ്നത്തിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നു. ഏതായാലും അത് പരമശിവന്റെ സന്നിധിയാണ്, ഉമാമഹേശ്വര ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നതെന്നൊക്കെ അന്ന് സ്വന്തപ്രശ്നത്തിൽ വളരെ വിശദമായിട്ട് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ ഉപദേവന്മാരായിട്ട് ഗണപതിയുടെ സാന്നിധ്യം, അശ്വാരൂഢ ശാസ്താവ്, പിന്നെ ദീപത്തില് ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യം ഒക്കെ സങ്കല്പം ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ഈ ദേവന്മാർക്കൊക്കെ ആരാധനക്കുള്ള സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാഷ് പറഞ്ഞു ഈ കിണർ അതായത് തുറന്നു നോക്കാനുള്ള കാരണം പറഞ്ഞില്ല. തുറന്നു നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ ആവശ്യം കുറച്ച് ഭാഗങ്ങൾ. ഇവിടത്തെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ കിണറിനെ പറ്റി അറിയാം, ആദ്യമേ അറിയാം. ഈ പറമ്പിന്റെ ഉടമക്കെല്ലാം ആദ്യമേ അറിയാം ഇങ്ങനെ എന്തോ ഒരു സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മണിക്കിണർ ഭാവത്തിലൂടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ അനുഭവങ്ങള്, പലതരത്തിലുള്ള അനിഷ്ടാനുഭവങ്ങളും വരുമ്പോഴാണല്ലോ എന്തുകൊണ്ട് എന്നുള്ള ചിന്ത വന്നത്. അപ്പോഴാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്വർണ്ണപ്രശ്നം പോലെ യുക്തിസഹമായ മറ്റൊരു സാഹചര്യം ആചാര്യന്മാര് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയാണ് സ്വർണ്ണപ്രശ്നത്തിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ കേട്ടത്, ഞാൻ ആ സമയത്ത് നാട്ടിൽ ഉണ്ടായിട്ടില്ല, ഞാൻ ഗൾഫിലാണ് ഉണ്ടായത്. അപ്പൊ ആ സമയം ഒരു അമ്മ കിണറ്റിൽ വീണിട്ട് ഒരു പോറലും പറ്റാത്ത ആ അമ്മയെ ഭഗവാൻ കാത്തുരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്ന് കേട്ടിരുന്നു. അതും ആ സമയത്തൊക്കെ ചർച്ച വന്നിരുന്നു, ഉണ്ടായിരുന്നു. അതൊക്കെ സത്യം തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 22 കോല് ആഴം ഉണ്ടാവും അല്ലെ, എന്നിട്ട് ഇത്ര ആഴത്തിൽ വീണു. അതും ഈ പീഠത്തിന്റെ ഒക്കെ ഭാഗങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഒന്നും പൊട്ടലും തട്ടലും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ. അതെ, അത് വലിയൊരു സത്യമല്ലേ അല്ലെ? അതെ, അത് സത്യം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ അമ്പലം പണിയെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് അല്ലെ, ഒരുപാട് റിസ്ക്. അതെ, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അതിലും വലിയൊരു ടാസ്ക് ആണ് അല്ലെ. വിനിയോ അപ്പൊ അത് വേറെ ഭംഗിയായിട്ട് ഇതാ കണ്ടാ മനസ്സിലാവുന്നുണ്ട്, ആർക്കും മനസ്സിലാവും. അത് ഏറ്റവും ഭംഗിയായിട്ട് കമനീയമായിട്ട് ചെയ്തുവല്ലോ. അപ്പൊ ആ അമ്പലം തുടങ്ങാൻ ആരംഭിച്ചത് മുതൽ ഇപ്പം അമ്പലമായി ഇതുവരെയുള്ള സഹായങ്ങൾ എല്ലാം എങ്ങനെയാണ്? കുറെ ഭക്തന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം. അതെ, ഒരുപാട് നല്ല പരിശ്രമമുണ്ട്. പിന്നെ ഓരോ മാസവും നമ്മളിവിടെ ആദ്യത്തെ ഞായറാഴ്ച ശിവപൂജ നടക്കുന്നുണ്ട്. ആ സമയത്തും ഭക്തന്മാർ ധാരാളം വരും. അവർക്ക് ഓരോ മാസവും പുതിയ പുതിയ നല്ല അനുഭവങ്ങൾ കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രയത്നങ്ങൾ വളരെ എളുപ്പത്തിൽ നടന്നു. പക്ഷെ എന്നാലും അത് വേണ്ടതുപോലെ ആവാൻ കുറച്ച് കാലതാമസം വന്നു, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഇതാ ഇപ്പോ അക്ഷരാർത്ഥത്തിൽ ആചാര്യന്മാരെ നിർദ്ദേശിക്കും വിധത്തിൽ ശ്രീകോവിലിന്റെ മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പണിയൊക്കെ ഭംഗിയാക്കി തീർക്കാൻ സാധിച്ചു. അതെ, എല്ലാം നല്ല സന്തോഷമായിട്ട് തന്നെ പണി തീരാനുള്ള അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. അമ്പലപ്പുഴയിലെ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ ചെന്നാലെന്ന പോലെ. ഓങ്കാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ. ഓങ്കാരമുയിരേകും വേണുഗാനം കാതിൽ തേൻ തുള്ളിയായി പെയ്താലെന്ന പോലെ. അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു, അമ്പാടിയിൽ. ശിവേട്ട നമസ്കാരം. നമസ്കാരം. വലിയൊരു സന്തോഷത്തിലാണ് നമ്മൾ അല്ലേ, മാർച്ച് 28 ആവാൻ വേണ്ടിയിട്ട് കാത്തു വെക്കുന്നത് അല്ലെ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ അമ്പലം തുടങ്ങിയത് ഏത് വർഷമാണ്? അമ്പലത്തിന്റെ പണി തുടങ്ങിയത്? അമ്പലത്തിന്റെ വർക്ക് തുടങ്ങിയത് 2008 സ്വർണ്ണപ്രശ്നം നടന്ന്. അപ്പൊ ഇവിടുത്തെ ഭഗവാൻ എന്നാന്നുള്ളതെല്ലാം അറിഞ്ഞ് ഉമാമഹേശ്വരനാണ് ശിവപാർവതി. അപ്പോ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ബാലാലയാക്കി. ഇവിടുത്തെ തന്ത്രി തരണലൂര് ഉണ്ണി നമ്പൂതിരിയാണ്. അപ്പോൾ നമ്മളെ നാട്ടുകാരെ സഹായത്തോടുകൂടി നമ്മൾ
ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് വിശാലമായ നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ ഒരു ചെറിയൊരാളാണ് ഞാനും. 17 വർഷമായി ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത്. ഇന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. ഇപ്പം വളരെ സന്തോഷത്തിലാണ്. അടുത്തടുത്ത് മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയാണ് ഈ കലശം നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവരും ഈ നല്ല ഈ കർമ്മത്തിന് വേണ്ടി മഹോത്സവത്തിന് പങ്കെടുക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ഉണ്ടാവണം എന്ന്. പിന്നെ ശിവാട്ടിനെ പുറത്തു നിർത്തിയിട്ട് എന്താ സംസാരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ശിവാട്ടിന് എനിക്കൊരു എന്റെ അമ്മേന്റെ അനുജത്തി ഇളയമ്മ മരണപ്പെട്ടുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ കയറാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പുറത്ത് വെക്കുന്നത്. 25-ാം തീയതി ആകുമ്പോഴേക്കും എന്റെ ഈ പൊലി അല്ലെങ്കിൽ തീരും. പിന്നെ നമ്മള് ഉഷാറായിട്ട് ഉണ്ടാവും. ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നാലും പുറത്തു വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള്. എല്ലാവരും അല്ലേ ശിവേട്ടാ? എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അല്ല, നാട്ടിലുള്ള ഒരു മഹോത്സവമാണ് ഇത്. മഹോത്സവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മഹോത്സവമാണ് അമ്പലം പണിയാൻ തുടങ്ങി. ഇതുവരെ ഒരു മുടക്കവും പറ്റിയിട്ടില്ല. അതെല്ലാം നമ്മള് പറഞ്ഞല്ലോ. അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും ഈ മഹോത്സവത്തിൽ 28-ാം തീയതി മുതൽ ഇവിടെ തന്നെ ഉണ്ടാവണം. ഏപ്രിൽ 2. അത് മാത്രമല്ല ഒരുപാട് കലാപരിപാടികളൊക്കെ. അതെ, ദിവസവും രാവിലെ താന്ത്രിക കർമ്മങ്ങളുണ്ട്, വൈകുന്നേരം കലാപരിപാടിയുണ്ട്, ഉച്ചക്കും രാത്രിയും ഭക്ഷണമുണ്ട്. എല്ലാവരും വരണം, ഇതിൽ പങ്കെടുക്കണം. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നോളൂ. ഭക്ഷണം ഒന്നും ഉണ്ടാക്കണം. 4-6 ദിവസം ഈ 6 ദിവസവും ഒരു വീട്ടിലും ഭക്ഷണം വെക്കണ്ട. രാവിലെ എല്ലാവരും വരുക. രാവിലത്തെ ഭക്ഷണമുണ്ട്, ഉച്ചക്കത്തതുണ്ട്, രാത്രിയുണ്ട്. എല്ലാവരും സന്തോഷായിട്ട് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അനുഗ്രഹം വാങ്ങി തിരിച്ചു പോവുക. നമസ്കാരം. അങ്ങയുടെ അച്ഛന്റെ സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടത് ഈ ഒരു അമ്പലം കിടക്കുന്ന സ്ഥലം അല്ലെ? അതെ, ഈ ശ്രീകോവിൽ നിൽക്കുന്ന സ്ഥലം അച്ഛൻ്റെതാണ്. അതെ. അതെങ്ങനെയായിരുന്നു? സമർപ്പിച്ചാണോ? അല്ല, അത് സമർപ്പിച്ചതാണ്. കാരണം സ്വർണ്ണ പ്രശ്നം നടത്തുമ്പോൾ ശ്രീകോവിലിന് വേണ്ട സ്ഥലം സമർപ്പിക്കാമെന്ന് അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി. അതോടൊപ്പം അച്ഛന്റെ സ്ഥലം മാത്രമല്ല, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും ഇതോടനുബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള രാഘവേട്ടന്റെ സ്ഥലമുണ്ട്, പിന്നെ ശിവദാസൻ, പിന്നെ ശ്രീനിവാസൻ, പിന്നെ പടിക്കൽ ജയേട്ടന്റെ സ്ഥലം കുളത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുടെ സ്ഥലം ഉണ്ടല്ലേ? ഉണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദാസേട്ടാ നമസ്കാരം. ഈ അമ്പലത്തിന് ചുറ്റുപാടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും അനുഭവം, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അവർ പറഞ്ഞതായിട്ടോ എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനത്തെ? ഈ കുംഭം പ്രദേശങ്ങളിലുള്ള പരിസരവാസികൾക്ക് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായ സമയത്ത് ഓരോ വ്യക്തികളും വ്യക്തിപരമായി ജ്യോതിഷനെ കൊണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തൊട്ട് അടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അത് ജീർണിച്ചു പോയിരുന്നു. അതിന്റെ ദോഷം കൊണ്ടാണ് ഈ വരുന്ന അനിഷ്ട സംഭവങ്ങൾ വരുന്നത്. ക്ഷേത്രം നാടിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ അഭിവൃദ്ധി വരും എന്നുള്ള ഒരു ചിന്ത വന്നു. അതിനുശേഷം കുറച്ച് കുടുംബങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ക്ഷേത്രം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അത് സ്ഥലവാസികളായിട്ട് ആരതൊക്കെ ഏറിയാണ് എന്നുള്ളത് ബന്ധപ്പെട്ടു. അതിൽ നിന്ന് ഇന്ന് അമ്പലത്തിന് വേണ്ടി സ്ഥലം തന്നിരിക്കുന്നത് എല്ലാവരും സ്വമേധയ പാരിതോഷികം സ്വീകരിക്കാതെ സന്മനസാല് ക്ഷേത്രത്തിന് മിനിമം എത്രയാണ് സ്ഥലം വേണ്ടത് അത് സമർപ്പിച്ചു. അതിനുശേഷം സ്വർണ്ണപ്രശ്നം തുടങ്ങി. സ്വർണ്ണപ്രശ്ന ചിന്തയിലാണ് ഇവിടെ ദേവന്മാരാരൊക്കെയായിരുന്നു, എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളായിരുന്നു, ചരിത്രപരമായിട്ടുണ്ടായിരുന്നു, അത് സ്വർണ്ണപ്രശ്നത്തിൽ പരിസരവാസികളിൽ നിന്ന് മനസ്സിലാക്കി തെളിഞ്ഞതിന് ശേഷമാണ് ഈ അമ്പലത്തിന്റെ പണി തുടങ്ങി. രണ്ടാമത്, ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇതിൽ നിന്ന് ഒരു സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ളത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ. നമുക്ക് കുളത്തിന്റെ നിർമ്മാണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് സ്വർണ്ണപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ നിർമ്മാണം ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇതിന്റെ ചരിത്രം. ഇപ്പം ഒരു അമ്പലമാകുമ്പം കുളം എന്തായാലും ഉണ്ടാവും അല്ലെ? ആ കുളം ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ?
കുളം ഇതിന് കുറച്ച് താഴെയാണ്. ഇതൊരു കുന്നുമാരിയുള്ള സ്ഥലമാണ്. അതിന് ഇന്ന് 10 സെന്റ് സ്ഥലം കുളത്തിന് നീക്കി വെച്ചെന്ന് എന്റെ ഒരു ഓർമ്മതയിൽ ചെറിയൊരു മരുന്നിന്റെ ഇത് കഴുകുന്ന ഒരു കുണ്ടുമാരിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ് അത് നീണ്ടുപോയി. ചരിത്രത്തിൽ ഉണ്ടായിരുന്ന കുളമായിരുന്നു എന്റെ ഓർമ്മയിൽ. അവിടെ ഒരു വെള്ളത്തിന്റെ കെട്ടുമാരിയുള്ള ചെറിയ കുളം ഉണ്ടായിരുന്നു. അതിന് വലിയ തുക വേണം. ഇപ്പൊ നമുക്ക് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രവൃത്തിയായതുകൊണ്ട് ധനം അതിന് തികയുന്നില്ല. അതുകൊണ്ട് കുളത്തിന്റെ പണി ഇപ്പൊ ആരംഭിച്ചിട്ടില്ല. ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ 2ാം ഘട്ടത്തിൽ കുളത്തിന്റെ പണി തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ കുളം ഇപ്പൊ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ല അത് വേറെ ആളെ കയ്യിലാണോ ഉള്ളത്? അതിന് ക്ഷേത്രം സമർപ്പണത്തിന് വേണ്ടി 10 സെന്റ് ജയൻ എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടി രേഖ ചെയ്ത് സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിച്ചിട്ടുണ്ട്. കുളത്തിന് വലിയൊരു ഭീമമായ തുക വേണം അല്ലെ? എന്തായാലും അമ്പലം ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അതും ആയി വരും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമതിലും വേണം അല്ലെ? ചുറ്റുമതില് പെട്ടെന്നല്ല, അതിനൊക്കെ വലിയൊരു ഭീമമായ സംഖ്യ തന്നെ വേണം. അപ്പൊ ഭക്തജനങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴും നമ്മൾ ചുറ്റുമതിൽ കെട്ടാതെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഭീമമായ ഒരു തുക വേണം. അതെ. രണ്ടാമത് നമ്മുടെ സ്ഥല സൗകര്യങ്ങൾ ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഇപ്പം വലിയ ഭീമമായ തുക വേണ്ടി തൽക്കാലം ബ്രഹ്മകലശം കഴിഞ്ഞതിന് ശേഷം അതേപ്പറ്റി ആലോചിക്കാം എന്നുള്ളതാണ് തീരുമാനം, കമ്മിറ്റിയുടെ തീരുമാനം. പിന്നെ ഈ മാർച്ച് 28 എന്നുള്ള ദിവസം തീരുമാനിക്കാൻ എന്താ കാരണം? താന്ത്രികപരമായിട്ട് നമ്മൾ ബ്രഹ്മശ്രീ കരുണാനെല്ലൂർ അവരുകൾ നമുക്ക് പ്രതിഷ്ഠയ്ക്ക് ഡേറ്റ് തന്നു. ചില സന്ദർഭത്തിൽ ചില നിമിത്തങ്ങൾ ഉണ്ടാവും. മാർച്ച് 30 അപൂർവമായിട്ടാണ് ഈ 9:30 മണി മുതൽ 10:30 വരെ ഭഗവത് പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തം കിട്ടുന്നത്. വളരെ അപൂർവമായിട്ടാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് എല്ലാ ഭക്തജനക്കും കാണാനുള്ള ഒരു സന്ദർഭവും സമയവും ഉണ്ടാവും. അവിടുത്തെ ദേശവാസികളുടെ ഭക്തിയുടെ പ്രീതി കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഉദ്ദേശിക്കും. നമസ്കാരം. പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു നല്ല കാര്യത്തിന് സാക്ഷികളാവാനും അതുപോലെ അത് ചെയ്യിക്കുവാനൊക്കെ സാധിക്കുന്നത്, അതിനെ അഭിനന്ദിക്കുവാനൊക്കെ സാധിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മിക്കുന്ന നല്ല ദിവസങ്ങളാണ് മാർച്ച് 28 മുതൽക്ക് ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങൾ വരുന്നത്. അതുകൊണ്ട് എല്ലാവരോടായിട്ട് പറയാണ്, എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ ഉമാമഹേശ്വരന്റെ അനുഗ്രഹം നേടാനായിട്ട് സകുടുംബം, സമിത്രം, സകുടുംബം എന്ന് വെച്ചാൽ കുടുംബത്തോടു കൂടിയിട്ട്, സമിത്രം എന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികളോട് കൂടിയിട്ട് ഈ സന്നിധിയിൽ ഉണ്ടാവണം. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നേടാൻ പ്രാർത്ഥിക്കണം. അത് നമുക്ക് എത്രയോ തലമുറകൾക്ക് സാധിക്കാത്തൊരു മഹത് കാര്യമാണ് നമുക്ക് സാധിച്ചതെന്നുള്ള ആ ബുദ്ധിയോടെ, ഭക്തി ബഹുമാനത്തോടെ ഈ സന്നിധിയിൽ ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ എല്ലാ ഭക്തന്മാരെ അറിയിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. അങ്ങേ എല്ലാവർക്കും അറിയാൻ, എങ്കിലും അങ്ങയുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് തെക്കിനിയടുത്ത് തരണമെന്റെ പത്മനാഭൻ എന്ന നമ്പരിപ്പാണ്. പിന്നെ നമ്മുടെ കുംഭം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ഒരു അനുഭവം ഒന്ന് വിവരിക്കാമോ? ഈ കുംഭം മഹാദേവ ക്ഷേത്രത്തിലെ ഇവിടുത്തെ സ്വർണ്ണപ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നു. പരമേശ്വര മാഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ബാലാലയം എന്നുള്ള സങ്കല്പത്തിലെ പൂജ, ആ മാന്ത്രിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാലാലയം എന്നുള്ള നിലയിലുള്ള പൂജാതി കാര്യങ്ങളൊക്കെ തുടങ്ങി. അനവധി കാലത്തെ പരിശ്രമം കൊണ്ടും നാട്ടുകാരുടെ ശ്രദ്ധ കൊണ്ടും വേണമെന്നുള്ള മനസ്സുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം വെച്ചാല് പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഈ 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ. അപ്പൊ പുതിയ ക്ഷേത്രം, പുതിയ ബിംബമൊക്കെ ആയതുകൊണ്ടാണ് 6 ദിവസം കൊണ്ട് നടത്താനുള്ള ഒരു ഉദ്ദേശം. അതായത് ചെലവ് ചുരുക്കിയിട്ടുള്ള ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ആണ് ഇത് ഈ നവീകരണ കലശം നടത്തുന്നത്. കലശം തുടങ്ങി 3-ാമത്തെ ദിവസമാണ് ദേവപ്രതിഷ്ഠ വരിക. അതിനുശേഷം 4-ാമത്തെ ദിവസം പരിവാര പ്രതിഷ്ഠ. ആ 3-ാമത്തെ ദിവസം ദേവപ്രതിഷ്ഠ കഴിഞ്ഞ് വൈകുന്നേരം നിയമം നിശ്ചയിച്ച് നട അടയ്ക്കും. കഴിഞ്ഞ് 4ഉം 5ഉം കഴിഞ്ഞ് 3, 4, 5 മൂന്ന് രാത്രി അടച്ചിടണമെന്നാണ് നിയമം. അപ്പൊ അടച്ചിട്ട സമയത്ത് പുറത്ത് പരിവാര പ്രതിഷ്ഠ, ബലിവലിക്കല പ്രതിഷ്ഠ, പിന്നെ ഹോമങ്ങള് കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കും ഈ 2 ദിവസവും. 3 രാത്രി കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഈ കലശം തുടങ്ങി 6-ാമത്തെ ദിവസമാവും.
അന്ന് നട തുറന്ന് ദേവനെ കണി കാണിച്ച് കലശാഭിഷേകം ഉച്ചപൂജയോടുകൂടി ആ കലശ ചടങ്ങ് കഴിയും. വൈകുന്നേരം തടമ്പ് നൃത്തം ഉത്സവമായിട്ട് ആചരിക്കുക. അങ്ങനെ ചെറിയ രീതിയിലാണ് ഈ കലശം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് പണ്ട് ഒരു ക്ഷേത്രം ഉണ്ടായി അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഈ കലശം 11 ദിവസമായിട്ടും വേണ്ടി വരും. അങ്ങനെയും പതിവുണ്ട്. പിന്നെ കാലം, ദേശം, ധനം ഇതൊക്കെ അനുസരിച്ച് എങ്ങനെയാ വേണ്ടതെന്ന് നമുക്ക് ചിട്ടപ്പെടുത്തി ആ ദേവചൈതന്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാം. അതാണ് ഇപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഇപ്പൊ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയെല്ലാം ദേവന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി തീരും, ഉറപ്പാണ്. ഇത് നമ്മൾ തുടക്കം കുറിച്ചില്ലേ. ഇനിയിപ്പോ വരുമ്പോ അടുത്തൊരു കാലഘട്ടത്തിൽ 12 കൊല്ലം കഴിഞ്ഞ് 13ാമത്തെ കൊല്ലം വരുമ്പോ ധ്വജപ്രതിഷ്ഠ, 11 ദിവസ കലശമൊക്കെ ഭംഗിയായിട്ട് നടത്താൻ ഈ ദേവൻ നമ്മളെ അനുഗ്രഹിക്കുന്നുള്ള കാര്യം ഉറപ്പുണ്ട്. അത്രമാത്രം എന്ന് തന്ത്രി. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അറിവ് പകർന്നു തന്നത്. ചെറിയ വീഡിയോ വേണം. സന്തോഷായില്ലേ? ഇവരാണ് ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങൾ. ഇവരെല്ലാം ഇതിലും കൂടുതൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, ഇവരെല്ലാ ദിവസവും വന്നിട്ട് പൂവ് കൊണ്ടുവന്ന് ഇവിടെ പൂജിക്കുന്നതും തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയായ ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കെല്ലാം സർവ്വ ഐശ്വര്യം നേരട്ടെ. അതുപോലെ ഇവർക്ക് വലിയൊരു ടാസ്ക് വരുന്നുണ്ട്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ ഇവർക്ക് തീരെ വിശ്രമമില്ല. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇപ്പം മാർച്ച് 28-ാം തീയതി എത്താൻ കാത്തിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്കും എല്ലാവിധ സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ. ഇപ്പം ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ശ്രീകോവിലിന്റെ ഇവിടെ ഉള്ളിൽ കയറാന്നാണ്. അപ്പൊ പ്രതിഷ്ഠയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതാണ് ശ്രീകോവിലിന്റെ അകം. ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് അല്ലേ? അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നത് അല്ലേ? അതെ. 30 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഈ ഒരു കിണറ്റിലാണ് ഞാൻ പറഞ്ഞ അമ്മ വീണത്. 22 കോല ആഴമുണ്ട്. അപ്പോൾ ഈ ഇത്രയും ആഴത്തിൽ വീണിട്ടും ഒന്നും പരിക്ക് പറ്റാണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് സന്തോഷത്തോടെ പറഞ്ഞ അമ്മ പിന്നെ ഒരുപാട് കാലം ജീവിച്ചതിന് ശേഷമാണ് ഇപ്പം മരണപ്പെട്ടത്. ഇവിടുത്തെ കുട്ടിക്കുറുമ്പന്മാരാണ്. കുട്ടിക്കുറുമ്പന്മാർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ ഒരു വക പണിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. വയറിങ്, പ്ലംബിങ്, അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അല്ലേ? പേരെന്താ? ആദിദേവ്. ആദിദേവ്. എന്താണ് അമ്പലത്തിൽ ചെയ്ത് കൂട്ടുന്നത്? രാവിലെ സ്കൂളുണ്ടായിരുന്നു, ഉച്ചക്ക് വന്നു, എന്നിട്ട് ആടെ ഫ്ലെക്സിന്റെ ഇത് ബോർഡ് അടിക്കുന്നുണ്ടായിരുന്നു, അതിനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ LED, പിന്നെ ഓം നമശിവായ ഡിജിറ്റൽ ബോർഡ് കൊണ്ടുവന്ന് അതിന് മറ്റേ പിന്നെ വയറ് കണക്ട് ചെയ്ത്. അതെല്ലാം നിങ്ങളാ കണക്ട് ചെയ്ത്? ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ? അടിപൊളി. പേരെന്താ? അൻവിൻ സന്ദീപ്. അൻവിൻ സന്ദീപ് അല്ലെ? അപ്പൊ ഇപ്പൊ നല്ല ത്രില്ലിലാ നിങ്ങൾ അല്ലെ? അതായത് 28-ാം തീയതി ഇനി അത്രയല്ലേ ദിവസമുള്ളൂ അല്ലെ? കൊറേ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടുണ്ടോ ഇവിടെ അമ്പലത്തിലേക്ക്? എല്ലാവരും വരും അല്ലെ? എത്രയിലാ പഠിക്കുന്നത്? 7. മോന്റെ പേര്? ആൽവിൻ സന്ദീപ്. ചേട്ടനെ ഞാൻ മാറും അല്ലെ? എങ്ങനെയുണ്ട് അമ്പലത്തിന്റെ ആ ഒരു പരിപാടിയെല്ലാം? ഇങ്ങനെ എല്ലാം തകൃതിയായിട്ടാണ്. ഈ കുഞ്ഞാനി എന്താ ഓടിപ്പോയത്? അത് ഇതുവരെ കണ്ട് ശീലമില്ല. എന്നോട് നേരത്തെ പറഞ്ഞ വീഡിയോ എടുക്കുക, എന്റെ വീഡിയോ എടുക്കുക, ഇങ്ങനെ പിടിക്കുന്നെല്ലാം പറഞ്ഞിട്ട് എവിടെയാ പോകുന്നത്? ഇങ്ങോട്ട് വാ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ? എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. ഓക്കെ, നമുക്ക് പിന്നെയും കണ്ടോണ്ടേയിരിക്കും അല്ലെ? ഇന്നലെ വൈകുന്നേരം, മിന്നാന്ന് ഫുള്ള് നമ്മളെ വറകലിട്ടു. എന്നിട്ട് എത്ര പാചകം ചെയ്യേണ്ട വിറകൊക്കെ പിന്നെ ആടെ പോളിഷ് ചെയ്ത് അടിപൊളിയാണല്ലോ. ഇന്നലെ അതാക്കുമ്പോ 6:30 കഴിയുമ്പോ അല്ലെ? അടിപൊളി. എന്നാലും നിങ്ങൾ ഇതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. കണ്ണൂര് കൂടാളി കുമ്പം മോലോത്തും പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ നമ്മളെ പ്രദേശവാസികളും കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആൾക്കാരും ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കണം. അങ്ങനെ നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് ഇനിയും ഒരു വലിയൊരു വിജയത്തിലേക്ക് നമ്മളെ ഈ ശ്രീ മഹാദേവ ക്ഷേത്രത്തെ എത്തിക്കണമെന്ന് നമ്മുടെ ഭക്തജനങ്ങളെ പ്രത്യേകമായിട്ട് പറയുകയാണ്. എല്ലാവരും ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കുക. അപ്പൊ മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. തീർച്ചയായിട്ടും വരണം. അമ്പലത്തിന്റെ പുതിയ പ്രതിഷ്ഠയാണ്, പുതിയ അമ്പലമാണ്. അപ്പൊ എല്ലാവരും വരണം. എല്ലാ നാട്ടിൽ നിന്നും എല്ലാവരും വരണം. അപ്പോ
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഷാജി ഇവരെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തെടുക്ക്. അമ്പലത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ വളരെ ചുരുക്കം ആൾക്കാരെ ബാക്കി എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൂട്ടപ്രയത്നമാണ് ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്താൻ പോകുന്നത്. ഇത് അമ്മമാരും വരണേ നെയ്യാറ്റിൻ കരവാഴും കാവട്ടെ എന്റെ ജന്മം കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം നെയ്യാ